നമസ്കാരം. പരീക്ഷാ നടത്തിപ്പ് ഭേദഗതി ബിൽ, ദേശീയ ബഹുമതി അനാദരിക്കൽ തടയൽ ബിൽ, വന്ദേമാതരം ബിൽ, ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, കേരളം ബിൽ, സഹകരണ ബിൽ, ട്രൈബ്യൂണൽ റീഫോമേഴ്സ് ബിൽ, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിനിടെ അവതരിപ്പിച്ച പ്രധാന ബില്ലുകളിലൊന്നും രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പങ്കെടുത്തിട്ടില്ല. ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ആഭ്യന്തരമന്ത്രി വരുന്നുണ്ട് NDA യോഗത്തിൽ പങ്കെടുക്കാൻ, പക്ഷേ സഭയിലെത്തില്ല. സഭയിലെത്തിയാൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. വിദ്യാർത്ഥികളെ എന്തിന് തല്ലിച്ചതച്ചുവെന്ന് വിശദീകരിക്കണം. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആരനുവാദം നൽകിയെന്ന് പറയണം. പോലീസ് അതിക്രമത്തിൻ്റെ സാഹചര്യം വ്യക്തമാക്കണം. സർക്കാർ തോറ്റ സമരത്തെ തല്ലിത്തോൽപ്പിക്കാൻ ശ്രമിച്ചതിന് എന്ത് ന്യായീകരണം പറയും? എന്തു പറഞ്ഞാലും ചോദിക്കാൻ രാജ്യത്തിൻ്റെ യുവതലമുറയുണ്ട്. ഇന്ന് സമ്മേളനത്തിൻ്റെ അവസാന ദിനം വന്ദേമാതരം ചൊല്ലി പിരിഞ്ഞു. വന്നു, കണ്ടു, പോയി. ഈ വിഷയമാണ് ഇന്ന് ബിഗ് ന്യൂസ് പരിശോധിക്കുന്ന. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടികളിലെ പ്രതിഷേധവും രാമക്ഷേത്ര കൊള്ളയും ഉന്നയിച്ച ശക്തമായ പ്രതികരണത്തിൽ പ്രകമ്പനം കൊണ്ട 18 ദിനങ്ങളും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുമാണ് മൺസൂൺ സമ്മേളനത്തിന്റെ ആകെ ഫലം. ഈ സമ്മേളനത്തിൽ രാജ്യസഭ ആകെ 37 മണിക്കൂറും 49 മിനിറ്റുമാണ് പ്രവർത്തിച്ചതെന്ന് സഭാ അധ്യക്ഷൻ തന്നെ പറയുമ്പോൾ സഭയിലുണ്ടായ നിരന്തരമായ തടസ്സം വ്യക്തമാകുന്നതാണ്. കേരളത്തിന്റെ പേരുമാറ്റിയ ബില്ലും FCRAയും ഉൾപ്പെടെ പ്രധാനപ്പെട്ട 12 ബില്ലുകൾ പരിഗണിക്കുകയും പാസാക്കപ്പെടുകയും ചെയ്യപ്പെട്ടു. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് വെടിവയ്പ്പിലും അതിക്രമത്തിലും ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചുനിന്നു. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമിത്ഷാ അറിയിച്ചെങ്കിലും മന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ താൽപ്പര്യമില്ലെന്നും പോലീസിനെ വെടിവെക്കാൻ ഉത്തരവിട്ടത് ആരാണെന്ന് വ്യക്തമാക്കണമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത്. Did Mr. Amit Shah give this order to shoot our children or did he not? If he did, he should resign because he is culpable. And if he did not, he should resign because he is incompetent. Why is scared about all these things? He is writing a love letter to the Honorable Speaker. Home Minister has to come to the House and tell the House, I want to discuss. I am ready to reply. But instead of that, he is hiding completely. ഉത്തരാഖണ്ഡിലെ ഹൽവാനിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രസംഗിച്ച വേദിയെ BJP പ്രവർത്തകർ ശുദ്ധീകരിച്ച നടപടി രാജ്യസഭയിൽ അവസാന ദിവസം വലിയ ബഹളത്തിന് കാരണമായി. തൊട്ടുകൂടായ്മ ഒരു പാപമാണെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കുമെന്നും ഇതോടെ കേന്ദ്രമന്ത്രി JP നദ്ദ സഭയ്ക്ക് ഉറപ്പു നൽകി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 30 അംഗങ്ങളുള്ള സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചതുൾപ്പെടെ പ്രധാനപ്പെട്ട ചില നിയമനിർമ്മാണങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചുവെന്ന് ഭരണപക്ഷം അവകാശപ്പെടുന്നു. എന്നാൽ നിർണായക വിഷയങ്ങളിൽ ചർച്ചകളിൽ നിന്ന് സർക്കാർ ഒളിച്ചോടുകയാണ് ചെയ്തതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാസാക്കപ്പെട്ട ഒരു ബില്ലിൽ പോലും ഫലപ്രദമായ ചർച്ച നടന്നില്ല. നിശ്ചയിച്ചതിലും ഒരു ദിവസം നേരത്തെയാണ് സമ്മേളനം അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്. ഇന്ന് ഈ ചർച്ചയിൽ എന്നോടൊപ്പം കോൺഗ്രസ് പ്രതിനിധി ഡൊമിനിക് പ്രസന്റേഷൻ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ AG ജോർജ് എന്നിവരാണ് അതിഥികൾ. ആദ്യം ശ്രീ ഡൊമിനിക് പ്രസന്റേഷനിലേക്കാണ്. ഡൊമിനിക് പ്രസന്റേഷൻ, ഇന്നിപ്പോൾ ഈ പറഞ്ഞതുപോലെ വന്ദേമാതരം ചൊല്ലി സഭ പിരിഞ്ഞു, ഇന്നിപ്പോൾ വന്നു, കണ്ടു, പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്രയും പ്രധാനപ്പെട്ട ബില്ലുകൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഒന്നും തന്നെ ആഭ്യന്തരമന്ത്രി സഭയിലെത്തിയില്ല. എങ്ങനെ കാണുന്നു ഇതിനെ? വളരെ ദുഃഖകരവും ഖേദകരവുമാണ്. പാർലമെന്റിൽ വളരെ പ്രധാനപ്പെട്ട ബില്ലുകളാണ് ഒരു ചർച്ചയും കൂടാതെ പാസ്സാക്കിയെടുത്തത്. അത് ചില ബില്ലുകൾ സംസ്ഥാനങ്ങളുടെ അധികാരത്തെ വരെ കയ്യേറുന്നതാണ്. ഉദാഹരണത്തിന് മൈനിങ്ങുമായി ബന്ധപ്പെട്ട ഫീസ് ചുമത്താനുള്ള നേരത്തെ അതിനുള്ള അധികാരം ഉണ്ടായിരുന്ന സ്റ്റേറ്റുകൾക്കാണ്. ഇപ്പോൾ അത് കേന്ദ്ര നിയന്ത്രണം കൊണ്ടുവന്നു. കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ട് മാത്രമേ അവർക്ക് സംസ്ഥാനങ്ങൾക്ക് ഇത് റേറ്റ് ഫിക്സ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് വരുമാനത്തെ ബാധിക്കും. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് നീറ്റുമായി ബന്ധപ്പെട്ട് ഒരു നിയമനിർമ്മാണം പാർലമെന്റിൽ കൊണ്ടുവന്നു. പരീക്ഷ നടത്തിപ്പിന് കുഴപ്പമുണ്ടാക്കുന്നവർക്ക് ശിക്ഷ കൊടുക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല, നിരവധി ബില്ലുകൾ അതുപോലെ കേരളത്തിൻ്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്ന രാജ്യസഭയിൽ ചർച്ച നടന്നു, ലോക്സഭയിൽ ചർച്ച നടത്തണ്ടേ? അതിന് തയ്യാറാവണ്ടേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒത്തിരിയേറെ ബില്ലുകൾ പാർലമെന്റിൽ കൊണ്ടുവരുമ്പോഴും അത് പ്രതിപക്ഷത്തെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചർച്ച നടത്തി അത് പാസ്സാക്കി എടുക്കാനുള്ള താല്പര്യം സർക്കാരിനില്ല.
എങ്ങനെയെങ്കിലും സർക്കാർ സ്പോൺസേർഡ് ബഹളമാണ്. എന്തുകൊണ്ടെന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? ഡൽഹിയിലുണ്ടായ ആ പെല്ലറ്റ് വെടിവെപ്പും അതുപോലെ വിദ്യാർത്ഥികൾക്കുള്ള ക്രൂരമർദ്ദനവും അതിനെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി സഭയിൽ വന്ന് റിപ്ലൈ പറയണ്ടേ? അദ്ദേഹം വിളിച്ചു നടക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അതിന് പകരം റിജു എന്ന് പറയുന്ന മന്ത്രി, സാധാരണ ഈ പാർലമെന്ററി അഫയേഴ്സ് മന്ത്രിയുടെ ജോലി എന്ന് പറയുന്നത് ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ഓപ്പോസിഷൻ ആൻഡ് ഭരണകക്ഷിയാണ്. പക്ഷെ അതിന് പറയാൻ അദ്ദേഹം അഗ്രസീവാണ്. അദ്ദേഹമാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കുന്ന ഒരാൾ. നേരെ മറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന പാരമ്പര്യം എങ്ങനെ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റേഴ്സ് അവർ ശാന്തരാകും, അവർ ചർച്ച നടത്തും, പാർലമെന്റ് അകത്ത് ചർച്ച നടത്തും, പാർലമെന്റ് ലോബിയിൽ പോയി ചർച്ച നടത്തും. അങ്ങനെയാണ് പ്രതിപക്ഷത്തെ കൂടെ കയ്യിലെടുത്ത് കൊണ്ടുവേണം, അവരെ കൂടെ എടുത്ത് കൊണ്ടുവേണം സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിന് പകരം റിജു എന്ന മന്ത്രി അടിച്ചിരുത്തുവാണ്, പ്രതിപക്ഷത്തെ അടിച്ചിരുത്തുവാണ്. അപ്പോൾ വളരെ ബോധപൂർവം പ്രതിപക്ഷത്തെ പ്രൊവോക്ക് ചെയ്ത വഴി തങ്ങൾക്ക് ചർച്ച കൂടാതെ ബില്ല് പാസ്സാക്കിയെടുക്കാം എന്നുള്ള എളുപ്പ വഴിയാണ് ഭരണകക്ഷി കണ്ടുപിടിച്ചത്. ഇത് വളരെ മോശമായ ട്രെൻഡാണ്. ഒരിക്കലും ഇന്ത്യൻ ജനാധിപത്യത്തിന് യോജിച്ചതല്ല എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. BJP പ്രതിനിധി പി കൃഷ്ണദാസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. പി കൃഷ്ണദാസ്, ഇത് രാജ്യത്തെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ, അതായത് പരീക്ഷാ നടത്തിപ്പ് ഭേദഗതി ബില്ലുണ്ട്, ദേശീയ ബഹുമതി അനാദരിക്കൽ തടയൽ ബില്ല്, വന്ദേ മാതരം ബില്ല്, ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ല്, അതുപോലെ തന്നെ കേരളം ബില്ല്, സഹകരണം ബില്ല്, ട്രൈബ്യൂണൽ റീഫോമേഴ്സ് ബില്ല്, ഇങ്ങനെ ഈ പാർലമെൻറ്റിൻ്റെ ഈ വർഷകാല സമ്മേളനത്തിനിടെ അവതരിപ്പിച്ച പ്രധാന ബില്ലുകളിലൊന്നും തന്നെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പങ്കെടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, അത് വളരെ ഈ ബഹളത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അതങ്ങ് പാസ്സാക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇങ്ങനെയാണോ ഒരു ജനാധിപത്യ രാജ്യം, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ഇടപെടേണ്ടത്? ശ്രീ ബിനു, ഈ പാർലമെന്റിന്റെ സമ്മേളനത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വന്നത് 12 ബില്ലുകളാണ് പരിഗണനയ്ക്ക് വേണ്ടി വന്നത്. ആ ബില്ലുകളിൽ നല്ലൊരു ശതമാനം ബില്ലുകളും ഫോർമലായി പാസ്സാക്കി പോകേണ്ട, അതായത് നടപടിക്രമങ്ങളുടെ ഭാഗമായി പാസ്സാക്കി പോകേണ്ട ബില്ലുകൾ മാത്രമാണ്. വലിയ ചർച്ചകൾ വേണ്ടതോ അല്ലെങ്കിൽ വലിയ തരത്തിൽ അങ്ങനെ ചർച്ചകൾ ആവശ്യപ്പെടുന്നതോ ആയിട്ടുള്ള ബില്ലുകളാണ് എന്ന ധാരണ എനിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇനി രണ്ടാമത്തത്, അങ്ങനെ ഒരു ചർച്ച പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് സംഘടനകളുടെ ഭാഗത്തു നിന്നും ഒക്കെ ആവശ്യപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് FCRA ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ ബില്ലിനെ സംബന്ധിച്ച് അത് JPCക്ക് വിടുന്ന സാഹചര്യം ഉണ്ടായി. അത് JPCക്ക് വിടുന്നതോടുകൂടി സ്വാഭാവികമായും അതിന് കൂടുതൽ ചർച്ചകൾക്കും കൂടുതൽ പഠനങ്ങൾക്കും കൂടുതൽ MP-മാരുടെയും മറ്റ് സംഘടനകളുടെയൊക്കെ അഭിപ്രായങ്ങൾക്കും ഒക്കെ ചെവി കൊടുക്കാൻ കഴിയുന്നതും അതോടൊപ്പം തന്നെ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ കഴിയുന്നതും അത് പരിഗണിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് മാറി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ബില്ല് പാർലമെന്റിനകത്ത് ചർച്ച കൂടാതെ പാസ്സാക്കി പോകുന്ന ഒരു സാഹചര്യം നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ബില്ലുമായി ഉണ്ടായിട്ടില്ല. പിന്നെ സ്വാഭാവികമായും സഭയ്ക്കൊപ്പം നമ്മുടെ ഇപ്പോ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ അദ്ദേഹത്തിന് അറിയാത്ത കാര്യമല്ല. നിയമസഭയ്ക്കകത്ത് പ്രൊസീജിയറിന്റെ ഭാഗമായി വരുന്ന ബില്ലുകളോ നടപടിക്രമങ്ങളുടെ ഭാഗമായി വരുന്ന കാര്യങ്ങളോ ഒക്കെ എത്രയോ ഉണ്ടാകാറുണ്ട്. അതൊക്കെ ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കി പോകുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും നിയമസഭകളിലാണെങ്കിലും പാർലമെന്റിനകത്താണെങ്കിലും ഉണ്ടാകുന്നത്. ചർച്ച വേണ്ട ബില്ലുകളെല്ലാം തന്നെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് JPCക്ക് വിടുന്ന സാഹചര്യം ഉണ്ടായി. മറ്റൊന്ന്, പ്രതിപക്ഷം ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിദ്യാർത്ഥി സമരത്തെ ചേർത്തുകൊണ്ടാണ്. ശ്രീ ബിനു, നമ്മളിത് എത്രയോ ഘട്ടങ്ങളിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രശ്നം ഉണ്ടാകുന്ന ദിവസം മുതൽ കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുള്ള നടപടികൾ എണ്ണി പാർലമെന്റിന് മുൻപേ തന്നെ പൊതുസമൂഹത്തിൽ പറയുകയും സമരം നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികളുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളായിട്ടുള്ള മന്ത്രിമാർ തയ്യാറാവുകയും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. 2, വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ട, അതായത് സമരത്തിന് രംഗത്തേക്ക് വന്ന മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുനഃക്രമീകരണത്തിന് സർക്കാർ തയ്യാറായി. അതിനുവേണ്ടി പ്രത്യേക സമിതിയെ നിയോഗിച്ചു. ആ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ വന്നു. ആ കേസുകളിലും കോടതിയുടെ നിർദ്ദേശത്തിനനുസരിച്ചുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. ഒന്ന്, പരീക്ഷയെ സംബന്ധിച്ച് അതിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ചുണ്ടാകുന്ന എല്ലാ സംശയങ്ങളോ അല്ലെങ്കിൽ പരാതികളോ ദൂരീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇതിന്റെ നടപടികൾ, സമരം അതിന്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ കഴിഞ്ഞു. ജൂലൈ 16-ാം തീയതി
നീറ്റ് പരീക്ഷ നടത്തിയതിന്റെ റിസൾട്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞ അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് NTA നടപടിക്രമങ്ങൾ കടന്നു കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായും ആ സമരത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ കൃത്യമായി കേന്ദ്ര സർക്കാർ അഡ്രസ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ പിന്നീട് പാർലമെന്റിൽ ചർച്ചയാകാൻ പാടില്ല എന്നൊന്നുമില്ല. പാർലമെന്റിൽ വീണ്ടും ചർച്ച നടത്താം. അതിൽ സമരത്തിൽ പോലീസിന്റെ നടപടികളെ സംബന്ധിച്ച് ചർച്ചകൾ വേണമെന്ന് ആവശ്യപ്പെട്ടു. പോലീസ് നടപടിയെ സംബന്ധിച്ചുള്ള ചർച്ചക്ക് വേണമെന്ന് പുറത്ത് ആവശ്യപ്പെടുന്ന പാർലമെന്റിൽ പ്രതിപക്ഷ MP മാർ, ബഹുമാനപ്പെട്ട MP മാർ, അവർ പാർലമെന്റിനകത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇന്നൊരു ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾക്ക് തയ്യാറായോ? ഇല്ലല്ലോ. തുടക്കം മുതൽ പാർലമെന്റിനകത്ത് ബഹളം ഉണ്ടാക്കുക, പാർലമെന്റിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, പാർലമെന്റിനെ തടസ്സപ്പെടുത്തുക, എങ്ങനെയും ഈ പാർലമെന്റ് സെഷൻ അവസാനിപ്പിക്കാനുള്ള ഒന്നും ചർച്ച ചെയ്യാതെ പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക. ഇതാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആ സാഹചര്യമാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തര അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഇത് കൃത്യമായ രീതിയിൽ പാർലമെന്റിൽ ഉന്നയിക്കാൻ അല്ലെങ്കിൽ ഇതിനകത്ത് അടിയന്തര പ്രമേയം അടക്കം കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അത് മാത്രമല്ല തലേ ദിവസം സ്പീക്കർ പറയും ഇത് നാളെ ചർച്ചയ്ക്ക് എടുക്കാമെന്ന് പറയും. പക്ഷേ പിറ്റേന്ന് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ ഒക്കെ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭരണപക്ഷം തന്നെ ബഹളമുണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിൽ അതിനെ തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, പാർലമെന്റിനകത്ത് ചർച്ച നടക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ചർച്ച ലിസ്റ്റ് ചെയ്യുകയും അത് ഷെഡ്യൂൾ അനുസരിച്ച്, റൂൾ അനുസരിച്ച് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണം. ആ പദ്ധതിയിലേക്ക്, പരിപാടിയിലേക്ക് സഭ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അലംഭാവം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ തന്നെയാണ്. മറ്റൊന്ന്, ട്രഷറി ബെഞ്ചിനെ സംബന്ധിച്ച് സാധാരണ നിലക്ക് എന്താ സംഭവിക്കുക? പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയ വിഷയം കൊണ്ടുവരികയോ ചർച്ചയ്ക്ക് തയ്യാറാക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്താൽ സ്വാഭാവികമായും ചർച്ചയ്ക്ക് വരും. പാർലമെന്റ് തുടങ്ങുന്നതിന് മുൻപേ തന്നെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കൃത്യമായി പറഞ്ഞതാണ്, പ്രത്യേകിച്ച് എല്ലാ കക്ഷികളുടെയും യോഗത്തിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, പാർലമെന്റിനകത്ത് ഏത് വിഷയവും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ്. പ്രത്യേകിച്ച് നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള സമരത്തിന്റെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഒരു തടസ്സവും സർക്കാരിനെ സംബന്ധിച്ചില്ല. പക്ഷെ ആ സാഹചര്യം ഉണ്ടായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സഭയ്ക്കകത്ത് ബഹളമുണ്ടാക്കുന്നത് കൊണ്ട് ചർച്ച നടക്കണം എന്നില്ല. പിന്നെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും മറ്റു വകുപ്പ് മന്ത്രിമാരാണെങ്കിലും അവർ വരുന്നത് സഭയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട സാഹചര്യത്തിൽ മാത്രമാണ് പലപ്പോഴും വരുന്നത്. സഭയിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതല്ല. അതേസമയത്ത് തന്നെ ഭരണപരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ കേരള നിയമസഭ നടക്കുമ്പോൾ മന്ത്രിമാർ ഫുൾ ടൈം അവിടെ ഉണ്ടോ? ഇല്ലല്ലോ. മുഖ്യമന്ത്രി ഫുൾ ടൈം അവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ എവിടെയാണോ ഉത്തരം പറയേണ്ടത്, ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്, ചർച്ച ഉണ്ടാകുന്നത്, അവിടെ മന്ത്രിമാർ വരിക, അവരുടെ സർക്കാരിന്റെ അഭിപ്രായം പറയുക എന്നുള്ളതാണ്. ഇത്രയും ദിവസങ്ങളിൽ പോലും അമിത്ഷാ വന്നില്ല. ഇന്നിപ്പോൾ ലാസ്റ്റ് ദിവസം വന്ദേമാതരം ചൊല്ലാൻ വേണ്ടി മാത്രം വന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു രാജ്യത്തെ ബാധിക്കുന്ന യുവതലമുറയുടെ ഒരു പ്രശ്നമല്ലേ? പിന്നെ എന്ത് ഓഡിയോ ഇഷ്യൂ ഉണ്ട്? പിന്നെ എനിക്ക് ശരി, അങ്ങയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ പ്രശ്നമുണ്ട് കേട്ടോ, എനിക്കും കേൾക്കുന്നില്ല. പ്രൊഫസർ AG ജോർജ്, ഇവിടെ ഇപ്പോൾ P. കൃഷ്ണദാസ് പറഞ്ഞത് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു, നീറ്റ് നടത്തി, റിസൾട്ട് വന്നു, അതിൻ്റെ അഡ്മിഷൻ നടപടികൾ പുരോഗമിക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നടത്തി എന്നൊക്കെ പറയുന്നു. പക്ഷേ നമുക്കറിയാം ഈ പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ ഇത്തരത്തിൽ ആരോരും അറിയാതെ പാസ്സാക്കുന്നത് നമ്മൾ കണ്ടു. അതുകൂടാതെ തന്നെ ഇത്തരത്തിൽ ഈ പ്രധാനപ്പെട്ട ഈ വിദ്യാർത്ഥികളെ എന്തിന് തല്ലിച്ചതച്ചു, അല്ലെങ്കിൽ എന്തിന് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു, എന്തിന് ഇത്രയധികം ക്രൂരമായി ആക്രമിച്ചു എന്നതിനൊന്നും മറുപടിയില്ല. ആഭ്യന്തരമന്ത്രി സഭയിൽ പോലും എത്താതെ ഒളിച്ചു കളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ വാദമുഖത്തെ എങ്ങനെ കാണാം? ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ജനസംഖ്യയുടെ കണക്ക് നോക്കുമ്പോൾ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യം. എന്നോടാണെന്നുള്ള ധാരണയിലാണ് ഞാൻ പറയുന്നത്. അല്ല, അങ്ങയിലേക്ക് വരാം. ഈ പ്രൊഫസർ AG ജോർജ്, അദ്ദേഹത്തോടാണ്. 146 കോടിയിലധികം ജനങ്ങൾ വസിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ ഇന്നത്തെ ചിത്രം കാണുമ്പോൾ ആശ്ചര്യമായി ജനാധിപത്യ വിശ്വാസികൾ തല കുനിക്കേണ്ട ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എത്ര ലാഘവത്തോടുകൂടിയാണ് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ഈ ബില്ല് പാസ്സാക്കിയതിനെ സംബന്ധിച്ച് പരാമർശിച്ചത്. ഞാൻ വന്നപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടു. അദ്ദേഹത്തിന് അറിയാമെന്നാണ് എൻ്റെ തോന്നുന്നത്. ഈ ബില്ല് പാസ്സാക്കുന്നതിനെ സംബന്ധിച്ച് പാർലമെൻറ്റിലും നിയമസഭയിലുമൊക്കെ ഉള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്, സാമാന്യം സമചിത്തതയോടുകൂടി ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളാണ്, എൻ്റെ നല്ല സ്നേഹിതനുമാണ് അദ്ദേഹം. പക്ഷേ എത്ര ലാഘവത്തോടുകൂടിയാണ് പറഞ്ഞത്, ബില്ലുകൾ പാസ്സാക്കിയിട്ടല്ലേ ഉള്ളൂ, വലിയ കാര്യമായിട്ടുള്ള ബില്ലുകളൊന്നുമില്ലല്ലോ. അങ്ങേപ്പോലെ ഒരാൾ ബില്ലുകളെ ഈ തരത്തിൽ ലളിതവൽക്കരിച്ചുകൊണ്ട് ഇതിനകത്ത് കാര്യമായ ചർച്ചയൊന്നും ആവശ്യമില്ല എന്ന രീതിയിലേക്ക് അങ്ങ് ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത്യന്തം ഖേദകരമാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പിന്നെ ഒരു കാര്യം കാണണം,
ജൂലൈ മാസം 20-ാം തീയതിയാണ് പാർലമെൻറ്റിൻ്റെ മൺസൂൺ സെഷൻ ആരംഭിക്കുന്നത്. അതെ. നാളിതുവരെ 19 സിറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. ബിനുവിന് അറിയാമെന്നാണ് എൻ്റെ വിചാരം. ഒരു ദിവസം പാർലമെൻറ്റ് നടക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ പൊതു ഖജനാവിൽ നിന്ന് ചെലവഴിക്കണം. 19 ദിവസം പാർലമെൻറ്റ് നടന്നപ്പോൾ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് എത്ര ലക്ഷങ്ങൾ ചെലവഴിച്ചു എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. എന്തിനാണ് ഈ പണം ചെലവഴിക്കുന്നത്? എന്തിനാണ് 146 കോടി ജനങ്ങളുടെ പ്രതിനിധികളായി 543 പേരെ നമ്മൾ വെച്ച് പുലർത്തുന്നത്, പോറ്റി പുലർത്തുന്നത് എന്താവശ്യത്തിന് വേണ്ടിയാണ്? ഈ രാജ്യത്തെ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അതിനാവുന്നത്ര രീതിയിൽ പരിഹാരം ഉണ്ടാക്കുന്നതിനുമുള്ള ഒരു ശ്രീകോവിൽ, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതായ പാർലമെൻറ്റ് ഈ തരത്തിൽ വഴിപാട് സമ്മേളനങ്ങൾ നടത്തുന്നതിനാണോ ചേരേണ്ടതെന്നുള്ള വലിയ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് മറുപടി പറയണം. അദ്ദേഹം പറഞ്ഞല്ലോ ചില ബില്ലുകളെ സംബന്ധിച്ച്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 12 ബില്ലുകളാണ് ഈ സമ്മേളനത്തിൽ പാസ്സാക്കിയത്. ഞാൻ പറയുന്ന കണക്കിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. 12 ബില്ലുകളാണ് ഈ 19 ദിവസത്തെ സിറ്റിംഗ്സിൽ ഇന്ത്യൻ പാർലമെന്റിൽ മൺസൂൺ സെഷനിൽ പാസ്സാക്കിയത്. അതിനകത്ത് ആകെ കൂടെ 10 മണിക്കൂർ എടുത്ത് ചർച്ച ചെയ്ത ഒരേ ഒരു ബില്ല്, 12 ബില്ലിൽ ഒരേ ഒരു ബില്ലെന്ന് പറയുന്നത് നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് അതെങ്ങനെ തടയാമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരേ ഒരു ബില്ലാണ് 10 മണിക്കൂർ ചർച്ച ചെയ്ത് പാസ്സാക്കിയത്. ബാക്കിയുള്ള 11 ബില്ലുകൾ എൻ്റെ കയ്യിൽ അതിൻ്റെ കണക്കുണ്ട്. ഓരോ ബില്ലിനും ചെലവഴിച്ചിരിക്കുന്ന സമയം 3 മിനിറ്റ്, 4 മിനിറ്റ്, 6 മിനിറ്റ്, 7 മിനിറ്റ്. നമ്മുടെയൊക്കെ നാട്ടിൽ പറയുന്ന പോലെ ദോശ ചുടുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ പാർലമെൻറ്റിൽ 12 ബില്ലുകൾ ഈ 19 ദിവസം കൊണ്ട് പാസ്സാക്കിയെന്ന് പറയുമ്പോൾ അപമാനം കൊണ്ട് തലകുനിക്കുകയല്ലാതെ ഒരു ജനാധിപത്യ വിശ്വാസിക്ക് എങ്ങനെയാണ് നിൽക്കാൻ കഴിയുക? എങ്ങനെയാണ് അതിനൊരു ന്യായീകരണം പറയുന്നത്? അതിനിവിടെ പറയുന്നത് കേട്ടു, പാർലമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ പാർലമെൻറ്റിൽ കൃത്യമായി കാര്യങ്ങൾ നടപ്പാക്കാത്തതുകൊണ്ട് ഞങ്ങൾ പാർലമെൻറ്റിൻ്റെ പുറകിലുള്ള മുറിയിലിരുന്ന് ഞങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര അപഹാസ്യമായിട്ടുള്ള തരംതാണ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പുറകിലുള്ള ഏതെങ്കിലും മുറികളിൽ പോയി ഒളിച്ചിരുന്നു കൊണ്ട് സഭാ നടപടികൾ വീക്ഷിച്ചിട്ടുള്ള ചരിത്രമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് സാർ അത് പറയണം. ഞാനത് സമ്മതിക്കാൻ തയ്യാറാണ്. മുൻപൊക്കെ നമുക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട AB വാജ്പേയി, BJPയുടെ അനിർദേശ നേതാവായിരുന്ന ബഹുമാനപ്പെട്ട AB വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നിട്ടുണ്ട്. IK ഗുജറാത്ത് പ്രധാനമന്ത്രി ആയിരുന്നിട്ടുണ്ട്. VP സിംഗ് പ്രധാനമന്ത്രി ആയിട്ടിരുന്നിട്ടുണ്ട്. ചരൺ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നിട്ടുണ്ട്. ദേവഗൗഡ പ്രധാനമന്ത്രി ആയിരുന്നിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസ് ആകട്ടെ, കോൺഗ്രസ് ഇതര മന്ത്രിസഭകളാകട്ടെ, ഇവരെല്ലാം പാർലമെൻറ്റ് നടത്തിയപ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെൻറ്റിനകത്ത് പ്രവേശിക്കാതെ പുറകിലിരിക്കുന്ന ഏതെങ്കിലും അദ്ദേഹത്തിൻ്റെ മുറികളിലിരുന്നു കൊണ്ട് പാർലമെൻറ്റ് നടപടികൾ വീക്ഷിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ആർജവമുള്ള ഒരു ഭരണാധികാരിക്ക് ചേർന്നതാണോ എന്നതിനെ സംബന്ധിച്ച് ഉത്തരം പറയണം. ഇവിടെ പറയുന്നത് കേട്ടു, പാർലമെൻറ്റിൽ വന്നാൽ സംസാരിക്കാൻ ഒക്കില്ല എന്ന്. പാർലമെൻറ്റ് സംസാരിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുള്ള വേദിയാണ്. പാർലമെൻറ്റുകൾ എത്രയോ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ധാരാളം പ്രാവശ്യം ഏറ്റുമുട്ടിയിട്ടുണ്ട്. അവരാരും മാരകായുധങ്ങളായിട്ടല്ലല്ലോ ഈ 541 പേര് പാർലമെൻറ്റിൽ വരുന്നത്. അവരൊക്കെ വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടാറുണ്ട്. വളരെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങൾ മുൻപും ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദപ്പെട്ട ബഹുമാനപ്പെട്ട സ്പീക്കറുണ്ട്. അതുപോലെ തന്നെ രാജ്യസഭയിൽ അതിൻ്റെ അധ്യക്ഷനുണ്ട്. അവിടെ വാച്ച് ആൻഡ് വാർഡുണ്ട്. ചട്ടരഹിതമായി എന്ത് കാര്യങ്ങൾ നടന്നാലും അവിടെ നിയന്ത്രിക്കാനുള്ള സംവിധാനം ഇന്ത്യൻ പാർലമെൻറ്റിൽ സ്വതന്ത്ര ഭാരതത്തിൽ ഇന്നുമുണ്ട് എന്ന കാര്യം അങ്ങ് ഓർക്കണം. അതുകൊണ്ട് ഒളിച്ചു മാറിയിരിക്കുന്ന ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് അപഹാസ്യമാണ്, നാണം കെട്ട ഒരു ഏർപ്പാടാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കട്ടെ, അല്ലെ ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി ഉത്തരം പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എന്തിനു ഒളിച്ചു പോകണം? നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിൻ്റെ വേദി, ഈ പാർലമെൻറ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരിക. അത് ഞാനാകട്ടെ, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി അധികാരത്തിലിരുന്നാലും BJP അധികാരത്തിലിരുന്നാലും പ്രതിപക്ഷവും ഭരണപക്ഷവും എന്ന് പറയുന്നതായിട്ടുള്ള 2 ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ പൂർണ്ണരൂപം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷ ഭാഗത്തു നിന്ന് ഏതെങ്കിലും കടുത്ത ചോദ്യങ്ങൾ വരും, അല്ലെങ്കിൽ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും മൂലയിൽ പോയി ഒരു പ്രധാനമന്ത്രിയും ഒരു ആഭ്യന്തരമന്ത്രിയും മറഞ്ഞിരിക്കുക എന്ന് പറയുന്നത്
ഈ രാജ്യത്തിന് അപമാനമാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. വ്യക്തമാണ്. വളരെ ഗൗരവത്തോടുകൂടി ഈ തീർച്ചയായിട്ടും. വിഷയത്തെ കാണണം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ബില്ലുകളൊക്കെ ഒരു ദോശ ചുടുന്ന ലാഘവത്തോടു കൂടി ചെയ്യുകയായിരുന്നു. ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ? ഇപ്പൊ നമ്മുടെ BJP-യുടെ പ്രതിനിധി വക്കീൽ പറഞ്ഞത് പാർലമെന്റിൽ ഈ 12 ബില്ലുകളിലും കാര്യമായ ചർച്ച വേണ്ടാത്ത ബില്ലെന്നാണ്. അതെ, അതൊരിക്കലും ശരിയല്ല നിലപാട്. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും പ്രധാന ചർച്ച ചെയ്യേണ്ട ബില്ല് ഏതായിരുന്നു? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ബില്ലല്ലേ. അതിലിപ്പോഴും ശബ്ദ വോട്ടോട് പാസ്സാക്കുന്നതിൽ ഉള്ള പ്രശ്നം എന്താ? എന്തുകൊണ്ടാണ് അടിസ്ഥാനപരമായ ഡിഫക്റ്റ് എവിടെയാണെന്ന് ചർച്ച നടക്കണ്ടേ പാർലമെന്റിനകത്ത്? ഇന്ത്യക്കാർക്ക് അഭിപ്രായം പറയണ്ടേ എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റിയത്? നീറ്റ് എന്ന് പറയുന്ന സംവിധാനം അതിപ്പോ തമിഴ്നാട് നിയമസഭ പാസ്സാക്കുന്നറിയോ? ഞങ്ങൾക്ക് വേണ്ടെന്നാണ്. ഈ പറഞ്ഞ പോലെ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത്രയും സമയമായി അല്ലെങ്കിൽ ഇത്രയും നാളുകളായിട്ട് പാർലമെൻറ്റ് നടക്കുമ്പോൾ ഒരൊറ്റ ദിവസം പോലും അമിത്ഷാ അവിടേക്ക് എത്തുന്നില്ല. നമ്മൾ സാധാരണഗതിയിൽ പ്രതിപക്ഷമാണ് സഭ ബഹിഷ്കരിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഭരണപക്ഷം തന്നെ സഭ ബഹിഷ്കരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. എങ്ങനെ കാണാം അതിനെ? ബിനു, അത് ഒരിക്കലും നമുക്ക് ആശാസ്യമായിട്ടുള്ള ഒരു പ്രവണതയല്ല. ഒരു കാരണവശാലും അതിനെ നിസ്സാരമായി കാണാൻ സാധിക്കുകയില്ല. ഇത് ഇന്ത്യയിലെ 140 നേരത്തെ പറഞ്ഞ പോലെ 146 കോടി ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് ഈ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെയൊക്കെ അപഹാസ്യരാക്കുകയാണ്. വോട്ട് ചെയ്ത ജനപ്രതിനിധികളായി അയച്ച ആളുകളൊക്കെ ഈ തരത്തിൽ പെരുമാറുക എന്ന് പറയുന്നത് ഒരിക്കലും ആശാസ്യമായിട്ടുള്ള ഒരു സംഗതിയല്ല. വളരെ ഭാരിച്ച ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ഇന്ത്യയുടെ എല്ലാ ഭാവി ഭാഗധേയങ്ങളും നിർണ്ണയിക്കുന്ന തീരുമാനങ്ങൾ, നയപരമായ പരിപാടികൾ എടുത്ത് പാസ്സാക്കി മുന്നോട്ട് പോകുന്നത്. അത് ഈ 146 കോടി ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, അല്ലെങ്കിൽ അഭിപ്രായ സംഘടനകൾ ഉണ്ടാകും. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പക്ഷേ അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് അതിനെ അഭിസംബോധന ചെയ്യാതെ ഏതെങ്കിലും ഭാഗത്ത് മാറി നിൽക്കുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പാവപ്പെട്ട ജനങ്ങളോട്, വോട്ടർമാരോടുള്ള വളരെ വളരെ നിഷേധാത്മകമായിട്ടുള്ള ഒക്കെ അവരെ വളരെ അപഹാസ്യരാക്കുന്ന രീതിയിലുള്ള സമീപനമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഇവർ പിന്മാറിയിരിക്കാൻ കാരണം? ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരേ ഒരു ചോദ്യം, അതായത് ഈ വിദ്യാർത്ഥി സമരം ജന്തർ മന്ദറിൽ നടന്നപ്പോൾ അവർക്ക് നേരെ ലാത്തി ചാർജ് നടത്തിയത്, അവർക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത്, മറ്റു തരത്തിലുള്ള കടുത്ത ആക്രമണം അഴിച്ചുവിട്ടത് ആരുടെ ഉത്തരവാദിത്തത്തിലായിരുന്നു? ആരാണതിന് ഉത്തരവ് ഉറപ്പിച്ചത് എന്ന ഒരു ചോദ്യം ഇന്നും ഉത്തരമില്ലാതെ അവശേഷിക്കുകയാണ്. നമുക്കറിയാം, കേന്ദ്രത്തിൽ ഡൽഹിയിലെ പോലീസ് സേന എന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ നിയന്ത്രണത്തിലാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ജനങ്ങളുടെ ശബ്ദമായി സംസാരിക്കുമ്പോൾ ഇത് ആരാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്ന ഒരു കേവലമായ ചോദ്യത്തിന് ഉത്തരം വരാതെ ഈ പറയുന്ന രീതിയിൽ പാർലമെൻറ്റിൽ വരാതെ മാറി നിൽക്കുക എന്ന് പറയുന്നതാണോ യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വേണ്ടത്? അതിനുവേണ്ടിയാണോ നമ്മൾ ഈ സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കി എവരെയൊക്കെ തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരാണെങ്കിൽ അത് NDA സർക്കാരാകട്ടെ, UPA സർക്കാരാകട്ടെ, മൂന്നാമത് മറ്റേതെങ്കിലും ഒരു സർക്കാരാകട്ടെ, ജനങ്ങളോട് പരമമായ ഉത്തരവാദിത്തമുള്ള സർക്കാരാണെന്നെങ്കിൽ ജനങ്ങൾ ഉന്നയിക്കുന്ന, ജനപ്രതിനിധികൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് സംഗതമായ മറുപടികൾ കൊടുക്കാൻ ആർജവത്തോടുകൂടി പ്രതിപക്ഷത്തെ നേരിടുക എന്നുള്ളതാണ് ഭരണപക്ഷത്തുള്ള ആളുകളുടെ പരമമായ ഉത്തരവാദിത്തമെന്നാണ് ജനാധിപത്യത്തിൻ്റെ ബാലപാഠമറിയാവുന്നവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് നടക്കുന്നില്ല. ഇവിടെ വളരെ ദയനീയമായ ഒരു ചിത്രമാണ് ഇന്ന് കണ്ടത്. 2 മന്ത്രിമാർ, പ്രധാനമന്ത്രിയും അതുപോലെ ആഭ്യന്തരമന്ത്രിയും കഴിഞ്ഞ 19 ദിവസമായി പാർലമെൻറ്റിൽ ഹാജരാകാതെ ഇന്ന് ഹാജരാവുകയും 5 മിനിറ്റ് കൊണ്ട് നടപടികൾ പൂർത്തിയാക്കി വന്ദേമാതരം പാടി പോവുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുകയല്ലേ ചെയ്തത്? ഒരർത്ഥത്തിൽ ജനങ്ങളെ അപഹസിക്കുകയല്ലേ ചെയ്തത്? അതാണോ യഥാർത്ഥത്തിൽ ഒരു പാർലമെൻറ്റ് നടപടിക്രമം? സാധാരണയായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവസാന ദിവസങ്ങളിൽ സഭയുടെ അധ്യക്ഷൻ അതിനെക്കുറിച്ചൊരു സംക്ഷിപ്തമായിട്ടുള്ള അതുവരെ നടന്ന നടപടികളെക്കുറിച്ചൊരു സംക്ഷിപ്തമായി 1-2 വാക്യങ്ങൾ പറയുകയും സഹകരിച്ച അംഗങ്ങളോട് നന്ദി പറയുകയൊക്കെ ചെയ്ത് വളരെ അന്തസ്സോടുകൂടി ഔപചാരികമായി തീർക്കുന്നതായിട്ടുള്ള ഒരു സമ്മേളനത്തിലാണ് ഇന്ന് എഴുന്നേറ്റ് നിന്ന് വന്ദേമാതരം പാടിയിട്ട് ആളുകൾ നിശബ്ദരായി മടങ്ങിപ്പോവുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കാണേണ്ടത്
ഇതെല്ലാം ഒരു തിരക്കഥയുടെ ഭാഗമാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനായി സാധ്യമല്ല. ഈ അവസാന ദിവസത്തിൽ ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടിയാണോ അവിടുത്തെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി ഈ തരത്തിൽ പിരിയുന്നതിനാണോ തീരുമാനമെടുത്തത്? അതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ ചില ആസൂത്രണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നോ എന്ന് ആരെങ്കിലും സംശയിച്ചാലും അതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ബിനു. യഥാർത്ഥത്തിലുള്ള വസ്തുത ഇവിടെ നോക്കണം. എത്ര വളരെ വേദനാജനകമായ പരാമർശങ്ങളാണ് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു വനിതാ അംഗത്തിൻ്റെ ഭാഗത്തുണ്ടായത്. കേരളത്തിൽ നിന്ന് പോയ ജനപ്രതിനിധികളെ അവർ അഭിസംബോധന ചെയ്തത് ലുങ്കിവാല എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരു മലയാളി അഭിമാനത്തോടുകൂടി അവൻ്റെ വസ്ത്രം മുണ്ട് ധരിക്കുന്നത് അഭിമാനത്തോടു കൂടിയാണ്, അന്തസ്സോടു കൂടിയാണ്, മലയാളി എന്നുള്ള അഭിമാനത്തോടു കൂടിയാണ്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും തെക്കേ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ഏതെങ്കിലും പാർലമെൻറ്റ് അംഗങ്ങൾ വടക്കേ ഇന്ത്യക്കാരുടെ വസ്ത്രധാരണ രീതിയെ അപലപിച്ചതായി കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ നമ്മളൊക്കെ പറയുന്നത് ഒരൊക്കെ പറയാറുണ്ട്, ഈ ബോഡി ഷെയ്മിങ് എന്നൊക്കെ ഒരു വാക്കുണ്ട്. ബോഡി ഷെയ്മിങ്ങിൻ്റെ മറ്റൊരു പരിഷ്കൃത രൂപമാണ് ധരിച്ചിരുന്ന വസ്ത്രത്തെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത്. അവർ അവസാനം പിടിക്കപ്പെട്ടപ്പോൾ അവർ ഉരുണ്ട് കളിക്കാനൊക്കെ ശ്രമിച്ചു. ഞാൻ ആരുടെയും വികാരം വ്രണപ്പെടുത്തിയതല്ല. എത്ര നിലവാരമില്ലാത്ത രീതിയിലാണ് പ്രതിപക്ഷത്തോട് ഭരണകക്ഷിയിൽപ്പെട്ട ആരെങ്കിലും ഒരാളെങ്കിലും ഇടപെട്ടത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ധനമന്ത്രി നിർമ്മല സീതാരാമൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പാർലമെൻറ്റിൽ പറഞ്ഞത് ഭീരുക്കളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെന്ന് പറഞ്ഞു. കാരണം അവർ ഉത്തരം പറയാൻ തുടങ്ങിയപ്പോൾ ചോദ്യം ചോദിച്ച ശ്രീ ജോൺ ബ്രിട്ടാസ് അവിടെ ഉണ്ടായിരുന്നില്ല. അതിനവർ പറഞ്ഞ മറുപടി കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഭീരുക്കളാണ്, ഒളിച്ചോടുന്നവരാണെന്ന് ഉത്തരവാദപ്പെട്ട സീനിയറായിട്ടുള്ള കേന്ദ്രത്തിൻ്റെ ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞതും നമ്മളെല്ലാവരും രാജ്യം മുഴുവൻ കേട്ടതാണ്. ഇതാണോ ഒരു പാർലമെൻറ്റിൻ്റെ നിലവാരം? ഇങ്ങനെയാണോ മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ പാർലമെൻറ്റിലെ അംഗങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? ഇതായിരുന്നു അവരുടെ സാംസ്കാരികമായ പശ്ചാത്തലം, വിദ്യാഭ്യാസപരമായ പശ്ചാത്തലം, മനോഘടന ഇതായിരുന്നോ എന്ന കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ പാർലമെൻറ്റിൻ്റെ അന്തരീക്ഷത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നതാണ്. അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾക്ക് ഒരിക്കലും മാറി നിൽക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് നാം ഇതിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠമെന്നാണ് ഞാനിതിനെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുന്നത്. യെസ്, ഇങ്ങനെ വളരെ നിസ്സാരവൽക്കരിച്ച് പറയേണ്ട ഒരു വിഷയമല്ല. പ്രത്യേകിച്ച് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ ഈ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും കൂടുന്നത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ വാക്കുകളും വ്യത്യസ്തമായ വാദഗതികളും ഒക്കെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ സഭയിൽ വന്നിരുന്ന് ഭരിക്കുന്ന പക്ഷത്തെ പുകഴ്ത്തുന്ന രീതിയല്ല. കാരണം ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, രാജ്യത്തെ ബാധിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ സഭയ്ക്കൊരു നടപടിക്രമങ്ങളുണ്ട്, ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയാൻ കഴിയുന്ന കാര്യങ്ങളൊന്നുമല്ല ഇതൊന്നും. അതുമാത്രമല്ല, ഈ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച നടപടി, പെലറ്റ് ഗൺ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ അത്ര ക്രൂരമായി ലാത്തി ഉപയോഗിച്ച് മർദ്ദിച്ചത്, ഒരു കുട്ടി അതീവ ഗുരുതരാവസ്ഥയിലായത്, ഇതൊക്കെ ഒരു ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളാണ്. അപ്പോൾ അതിനെയൊക്കെ അടിച്ചമർത്തുന്ന രീതി, അതുമാത്രമല്ല നമ്മളെപ്പോഴും ബഹിഷ്കരിക്കുന്നത് പൊതുവെ പ്രതിപക്ഷമാണ്. ഇതിപ്പോൾ സഭയിൽ നേരിടാൻ കഴിയാതെ ഒളിച്ചു കളിക്കുന്ന ആഭ്യന്തരമന്ത്രിയെയൊക്കെ നമ്മൾ കാണുന്നു. ഇത് ഒരു നല്ല ഭൂഷണമാണോ എന്ന് അങ്ങേക്ക് പറയാൻ കഴിയുമോ? ശ്രീ ബിനു, പാർലമെന്റിനകത്ത് മന്ത്രിമാർ വരുന്നതും മന്ത്രിമാർ സംസാരിക്കുന്നതും ഒക്കെ അവരവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുമ്പോഴോ അതല്ലെങ്കിൽ അതിന്റെ ചോദ്യോത്തരങ്ങൾ ഉണ്ടാകുമ്പോഴോ പാർലമെന്റിൽ മന്ത്രിമാരുടെ പ്രസൻസ് ആവശ്യമുള്ള സമയത്തോ ആണ് സാധാരണ നിലക്കുണ്ടാകുന്നത്. അവർക്ക് ഇന്ന ദിവസം വരണം, ഇന്ന ദിവസം വരേണ്ടതില്ല എന്നൊക്കെ നിഷ്കർഷിക്കാൻ പ്രതിപക്ഷ എംപിമാരെ സംബന്ധിച്ച് അവർക്ക് ചർച്ച ഉണ്ടാകുന്ന സമയത്ത് ആവശ്യപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതൊരു നിർബന്ധ ബുദ്ധിയാൽ ഇന്നയാൾ വന്നാൽ മാത്രമേ ഞങ്ങൾ എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് ഉന്നയിക്കൂ. അവിടെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഉണ്ടായിരുന്നു, കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു, പാർലമെന്ററി കാര്യ മന്ത്രിമാരുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായും പാർലമെന്റിനകത്ത് അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുക എന്നുള്ളതല്ലായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളത് ശ്രീ ജോർജ് സാർ സൂചിപ്പിച്ചതുപോലെ എനിക്കും സംശയമുണ്ട്. ഇത് ചർച്ച നടക്കേണ്ടതില്ല എന്നൊരു മുൻവിധിയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രതിപക്ഷം മുന്നോട്ട് പോയോ എന്നുള്ളത് ആലോചിക്കേണ്ടത് അവർ തന്നെയാണ്. മറ്റൊന്ന്, പോലീസ് നടപടികൾ സമരത്തിൽ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ബിനു, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചല്ലോ. ഇതിൽ അഗ്രീവഡായിട്ടുള്ള ആളുകൾ, അല്ലാത്ത പുറത്തു നിന്നുള്ള ആളുകൾ, എത്രയോ ആളുകൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതിൽ കേന്ദ്ര സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അത് പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ പാടില്ല എന്നൊരു യാതൊരു നിർബന്ധവുമില്ല. പാർലമെന്റിൽ ചർച്ച ചെയ്യാം.
ചോദ്യങ്ങൾ ഉന്നയിക്കാം, അതിനൊന്നും ഒരു തടസ്സവുമില്ല. പക്ഷെ ഇവിടെ ബിനു ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് സമരം നടത്തിയ ആളുകളോട് ചർച്ച ചെയ്ത് ആ കേസുകൾ പിൻവലിക്കുന്നതിനെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടായി. മറ്റൊന്ന്, ചരിത്രത്തിൽ നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ ഏതെങ്കിലും ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബിനുവിന്റെ പത്രപ്രവർത്തന ജീവിത കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു സമരം നടന്നതിന് ശേഷം കേസുകളെല്ലാം പിൻവലിക്കാമെന്ന് ആ സമരത്തിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ സർക്കാർ അനുവാദമോ അനുമതിയോ കൊടുക്കുന്ന സാഹചര്യം നിലവിൽ എന്റെ അറിവിലില്ല. ഇത്രയും കാലത്തിനിടയിൽ ഒരു സർക്കാരും അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ BJP ഗവൺമെന്റ് അത് ചെയ്തു. സമരക്കാർ അവർ ഉയർത്തിയിട്ടുള്ള വിഷയത്തോട് അനുഭാവപൂർവ്വമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു. മറ്റൊന്ന്, അവിടെ ഏതെങ്കിലും ഒരു ആളെ സംബന്ധിച്ച് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമരത്തിന്റെ പൊതുവായിട്ടുള്ള നടപടിക്രമവും നിയമവും അല്ലാതെ ഒരു 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 തെറ്റായ ഒരു ക്രമം അതിലുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ എത്രയോ വിദ്യാർത്ഥി യുവജന സമരങ്ങളെ തെരുവിൽ തല്ലിച്ചതക്കുകയും നമ്മുടെ ആലപ്പുഴയിൽ നിന്നുള്ള യുവജന MLA വിദ്യാർത്ഥി നേതാവായിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ അതിന്റെ പേരിൽ എത്രയോ കേസുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് ഏത് സർക്കാരാണ് ചെയ്തത്? ഏത് ഗവൺമെന്റാണ് ചെയ്തത്? ഇനി ഞാൻ ബിനുവിനെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. ബിനുവിന് അറിയാമല്ലോ, കണ്ണൂർ ജില്ലയിൽ ഒരു മന്ത്രിയെ തടഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 പേർ വെടിവെച്ച് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് യുവജന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി. കേന്ദ്ര ഗവൺമെന്റ് അതിലെടുത്തിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത്, സമരം ചെയ്യുന്നതിൽ വിദ്യാർത്ഥികളോട് ഒരു തരത്തിലുള്ള നിയമവിരുദ്ധമായ നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. 2, എടുത്തിട്ടുള്ള കേസുകളെ സംബന്ധിച്ച് അത് പിൻവലിക്കാനോ അത് എഴുതിത്തള്ളുന്നതിനോ അതിന്റെ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിനോ സർക്കാർ തയ്യാറാകുന്നു. മറ്റൊന്ന്, സമരക്കാരുടെ ആവശ്യം അംഗീകരിച്ചു. ഞാൻ തിരിച്ച് ബിനുവിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്റെ ഈ പാനലിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് സാർ പറഞ്ഞതിനൊക്കെ ഈ ശബ്ദത്തിന്റെ ചാനലിന്റെ പ്രശ്നം കൊണ്ട് ആദ്യത്തെ ഭാഗം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റിന് എതിരായിരിക്കും എന്നുള്ള ഊഹത്തിൽ ഞാൻ എന്റെ ഉത്തരം പറയുക. ഇനി അല്ലെങ്കിൽ ഞാൻ തിരുത്താനും തയ്യാറാണ്. ശ്രീ ബിനു, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ജനകീയ സമരത്തിൽ ഒരു പോലീസ് നടപടിയുടെ ഭാഗമായി ഏതെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായോ? ഇല്ലല്ലോ. പോലീസ് നടപടി സ്വാഭാവികമായും റോഡ് തടഞ്ഞ പ്രതിഷേധം നടത്തിയാൽ, പ്രക്ഷോഭം നടത്തിയാൽ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ സാർ ആണെങ്കിലും ഞാനാണെങ്കിലും ജോർജ് സാർ ആണെങ്കിലും ആരാണെങ്കിലും റോഡ് തടയുന്ന സാഹചര്യം ഉണ്ടായാൽ കേസെടുക്കും. അത് ഏത് ഗവൺമെന്റും എടുക്കും. ശ്രീ VD സതീശൻ ഗവൺമെന്റ് എടുക്കുന്നില്ലേ? എടുക്കും. എടുക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പൊ യുവമോർച്ചക്കാർക്കെതിരെ, വിദ്യാർത്ഥികൾക്കെതിരെ, ABVP-കാർക്കെതിരെ, SFI-കാർക്കെതിരെ, എന്തിന് KSU-കാർ സമരം നടത്തിയാൽ അവർക്കെതിരെയും കേസെടുക്കുന്നുണ്ടല്ലോ. അത് UDF ഗവൺമെന്റ് ഇത്രയും വലിയ ക്രൂരമായ രീതിയിലുള്ള ആക്രമണം, ഒരു പെലറ്റ് ഗൺ ഉപയോഗിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ വളരെ ക്രൂരമായ ആക്രമണമാണ്. അതോടൊപ്പം ജനപ്രതിനിധികളെ അടക്കം, ഇപ്പൊ പ്രിയങ്ക ഗാന്ധി അടക്കം പുരുഷ പോലീസിനെ ഉപയോഗിച്ച് നേരിട്ട രീതി, ഒരു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് കാണിച്ച രീതി, ഇതൊക്കെ സാധാരണഗതിയിൽ ഇപ്പോൾ കേരളത്തിൽ വിദ്യാർത്ഥി സമരങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നമ്മൾ ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്, ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഇത് അത്തരത്തിലുള്ള സമാധാനപരമായി സമരം ചെയ്തവർക്ക് നേർക്കാണ് ഇത്രയും ക്രൂരമായ രീതിയിൽ ലാത്തിയിൽ മുള്ളുകൾ തറച്ച ലാത്തി ഉപയോഗിച്ച് അടിക്കുക. ഇത് എവിടുത്തെ ന്യായമാണ്? ബിനു, വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഏകദേശം 25-30 വർഷക്കാലം വിവിധ ഘട്ടങ്ങളിലെ ചുമതലകളിൽ ഇരിക്കുമ്പോൾ ഞാനടക്കമുള്ള എന്നെ പോലെ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തകർ എത്രയോ കേസുകളിൽ പെടുന്നുണ്ട്. എത്രയോ സമരങ്ങളുടെ ഭാഗമായി കേസുകളിൽ പെട്ടിട്ട് ഇപ്പോഴും പിൻവലിക്കപ്പെടാത്ത കേസുകളുണ്ട്. ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം ബിനുവിനോട് സൂചിപ്പിക്കാം. കഴിഞ്ഞ ശബരിമല പ്രക്ഷോഭ കാലഘട്ടത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് 4000-ലധികം കേസുകളാണ് ബിനു, ഏകദേശം 100-150 പ്രതികളെ ചേർത്തുകൊണ്ട് കേരളത്തിൽ മുഴുവൻ എടുത്തത്. എന്തിന്റെ പേരിലായിരുന്നു? അപ്പൊ അത് ഒരു സമരത്തിലും എല്ലാ സമരത്തിലും അതെടുക്കും. അതിൽ പിൻവലിക്കുന്ന നടപടി എടുത്തത് ആ സമരത്തിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അതിൽ സമരക്കാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അത് മുഴുവൻ അഡ്രസ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി, അതിൽ പരിഹാരം കാണുന്ന സാഹചര്യമുണ്ടായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ വരും. കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ച് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ബിനു ഈ NTA എന്നുള്ള സംവിധാനം ഉണ്ടാകാൻ കാരണം? ജോർജ് സാർ എത്രയോ പ്രഗത്ഭനായിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണനാണ്. അദ്ദേഹത്തിന് അറിയാമല്ലോ, 1990-കളുടെ കാലഘട്ടം മുതൽ ദേശീയ തലത്തിൽ സ്വാഭാവികമായും ഒരു ടെസ്റ്റിംഗ് ഏജൻസി ദേശീയ തലത്തിൽ അഡ്മിഷനുകളുടെ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ 86-ലും 87-ലും അതിനുശേഷം 90-കളുടെ കാലഘട്ടത്തിലുമൊക്കെ പല ഘട്ടങ്ങളിൽ നടന്ന ചർച്ചകളുടെ ഭാഗമായി 2013-ലാണ് ഇതിനെ സംബന്ധിച്ച് ടെസ്റ്റിംഗ് ഏജൻസി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതും. അത് നടപ്പാക്കിയത് ഈ ഗവൺമെന്റ് 2017-ലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായും ആ തരത്തിൽ നമ്മളുടെ രാജ്യത്തെ
പൊതുപ്രവേശന പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്താൻ ഈ കേരളത്തിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ലല്ലോ ബിനു, കേരളത്തിന് പുറത്ത് BJP ഭരിക്കാത്ത എത്രയോ സംസ്ഥാനങ്ങളിൽ, തമിഴ്നാടടക്കമുള്ള കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ രണ്ട് മുന്നണികളും മാറി മാറി ഭരിക്കുന്ന സമയത്തും എത്രയോ പരീക്ഷാ പേപ്പറുകൾ ചോരുകയും റിസൾട്ടുകൾ റദ്ദാക്കുകയും എന്തിന് കേരളത്തിലെ PSCയുടെ റിസൾട്ടുകൾ എത്രയെണ്ണം റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് അപ്പൊ പറഞ്ഞാൽ ഇതിനെ അതൊക്കെ ന്യായീകരിക്കാൻ ഓരോ കഴിയുമോ? സംസ്ഥാനത്തും നടക്കുന്നുണ്ട്. നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ മോഷണം ഞാൻ നടക്കുമ്പോൾ നാട്ടിൽ ന്യായീകരിക്കുന്നില്ല. മുഴുവൻ മോഷണം നടന്നു എന്ന് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. ഏതായാലും ഞാൻ ഡൊമിനിക് പ്രസന്റേഷനിലേക്ക് കൂടി പോവുകയാണ്. അല്ല, ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഒറ്റ വാചകം കൊണ്ട് അവസാനിപ്പിക്കാം. ബിനു, ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ന്യായീകരിച്ചതല്ല, ഞാൻ അതിന് പരിഹാരം കേന്ദ്ര ഗവൺമെന്റ് കണ്ടു, മറ്റ് പല ഗവൺമെന്റുകളും കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. പ്രൊഫസർ AG ജോർജ്, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു മൻ കി ബാത്ത്, അതായത് നമ്മൾ പറയുന്നതെല്ലാം കേട്ടുകൊള്ളണം, നമ്മൾ പറയുന്ന രീതിയിൽ മാത്രമേ പാർലമെൻറ്റിനകത്ത് പെരുമാറാവൂ, അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ മാത്രമേ നിങ്ങൾ അടിയന്തര പ്രമേയം തരാവൂ, അല്ലെങ്കിൽ ഞങ്ങൾ വരില്ല, ഞാനും അമിത്ഷായും വരില്ല എന്ന നിലപാട്. അതോടൊപ്പം തന്നെ അർദ്ധരാത്രിയിൽ വീഡിയോയിലൂടെ മോദി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നു, കുട്ടികൾക്കെതിരായ നടപടിയിൽ അല്ലെങ്കിൽ അതിന് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. ഇത്തരത്തിലൊരു റേഡിയോ ആയി നരേന്ദ്രമോദി മാറുന്നു. നരേന്ദ്രമോദി ഒരു ആ ബിംബം ഉടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. കാരണം ഇന്ത്യയുടെ ജനങ്ങൾ മുഴുവനായി അദ്ദേഹത്തിൻ്റെ ഈ പല നിലപാടുകളും കണ്ടു. മണിപ്പൂരിൽ വിഷയമുണ്ടായപ്പോൾ അവിടെ പോകാൻ തയ്യാറാകുന്നില്ല. അതോടൊപ്പം തന്നെ ഇത്രയും കാലത്തിനിടയ്ക്കൊരു ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ തയ്യാറാകുന്നില്ല. വയനാട്ടിൽ വന്നപ്പോഴും നമ്മൾ കേരളത്തിന് വലിയ സഹായമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. ഇത്തരത്തിലുള്ള വളരെ നിർണായകമായ ഘട്ടങ്ങളിലെല്ലാം മോദി എന്ന ആ ഒരു ബിംബം താഴേക്ക് വീണ് ഉടയുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണദാസ് വക്കീലെ, ഞാൻ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെതിരായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ള ഒരു അനുമാനത്തിൽ ഒരു മുൻവിധിയോടുകൂടി പറഞ്ഞത് എനിക്ക് സന്തോഷമാണ്. അത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടിയല്ല. ഞാൻ പറഞ്ഞത് സർക്കാരിനെതിരായിട്ടല്ല. ഞാൻ ഇത്രയും നേരം ഈ വിഷയം സംസാരിച്ചത് സർക്കാരിൻ്റെ സമീപനങ്ങളെയാണ് ഞാൻ വിമർശിക്കുന്നത്. ഞാനിവിടെ പറഞ്ഞപ്പോൾ UPA സർക്കാരിൻ്റെ കാലത്തും NDA സർക്കാരിൻ്റെ കാലത്തും കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിമാരുടെ കാലത്തും നടന്നതായിട്ടുള്ള പാർലമെൻറ്റ് സമ്മേളനങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ അനുസ്മരിച്ച് പറഞ്ഞിട്ടാണ് പോയത്. നിർഭാഗ്യവശാൽ ഒരുപക്ഷെ അങ്ങേക്കത് കേൾക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം. ഞാനിവിടെ പറയുന്നത് സർക്കാരിൻ്റെ സമീപനത്തെക്കുറിച്ചാണ്, നിലപാടുകളെക്കുറിച്ചാണ്. ആദ്യം തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത് അങ്ങ് കേൾക്കാത്തതുകൊണ്ട് ഒരു വാക്യത്തിൽ ആവർത്തിക്കേണ്ടിയിരിക്കുന്നു. വളരെ ലളിതവൽക്കരിച്ചുകൊണ്ടാണ് അങ്ങ് ബില്ലുകൾ പാസ്സാക്കിയതിനെക്കുറിച്ച് പറഞ്ഞത്. 12 ബില്ലുകൾ ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ പാസ്സാക്കിയതിൽ അതീവ ഗൗരവമുള്ള ബില്ലുകൾ ഉണ്ട് എന്നുള്ളത് അങ്ങേക്ക് നന്നായിട്ടറിയാം. പ്രത്യേകിച്ച് കേരളത്തെ ബാധിക്കുന്നതായിട്ടുള്ള അതിപ്രധാനമായിട്ടുള്ള ഒരു ബില്ലാണ് ഇന്നലെ പാസ്സാക്കിയത്. ഈ മിനറൽസ് ആൻഡ് മെറ്റൽസ് എന്ന് പറയുന്ന ധാതു ലവണങ്ങളുടെ ക്രയവിക്രയത്തെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ചുമുള്ള ഒരു അമെൻമെൻറ്റ് ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും അധികം ധാതു മണൽ സമ്പന്നമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തെ ശക്തിയായി ബാധിക്കുന്നതായിട്ടുള്ള വ്യവസ്ഥകൾ ആ ബില്ലിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെയുള്ള നിരവധിയായിട്ടുള്ള ബില്ലുകൾ ഈ 12 എണ്ണത്തിൽ ഉണ്ട് എന്ന കാര്യം അങ്ങ് കാണാതെ പോകരുത്. അതുകൊണ്ട് ഈ ബില്ലുകളൊക്കെ പാസ്സാക്കിയതിനകത്തൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല എന്ന അങ്ങയുടെ സമീപനം ഒരു രാഷ്ട്രീയ സമീപനമാണെന്ന് പറഞ്ഞാൽ അങ്ങ് എന്നോട് ഒരുപക്ഷെ ക്ഷമിക്കണം എന്ന് വേണം എനിക്ക് പറയാനായിട്ടുള്ളത്. ഇവിടെ അങ്ങ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെക്കുറിച്ച് പറഞ്ഞു. ഞാൻ 10-40 വർഷം ഈ പരീക്ഷ നടത്തിപ്പൊക്കെയായി പല തലങ്ങളിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ്. ഇവിടെ NDA എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ആ ഒരു ആശയത്തെ അല്ല ചോദ്യം ചെയ്യുന്നത്. എന്നാൽ ആ ആശയം നടപ്പാക്കിയതിലുണ്ടായ പാകപ്പിഴകൾ മൂലം ഇന്ത്യയിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അനുഭവിച്ചതായ ദുഃഖവും വേദനയുമാണ് ഇതിനകത്തെ പ്രധാനമായ പരാമർശ വിഷയം. അങ്ങേക്കറിയാമല്ല എൻ്റെ വിചാരം, 21 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത് ഇന്ത്യയിൽ. നീറ്റ് പരീക്ഷയിൽ ഉള്ള ക്രമക്കേടുകളുടെ ഫലമായി അത് രണ്ടാമത് നടത്താനായിട്ടൊക്കെ തീരുമാനിച്ചപ്പോൾ അനുഭവിച്ച മാനസിക വ്യഥ താങ്ങാനാകാത്തത് മൂലം 21 വിദ്യാർത്ഥികൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രയുണ്ടെന്നുള്ളത് അങ്ങ് മനസ്സിലാക്കണം. 142 തവണ പരീക്ഷാ പേപ്പർ ചോർന്നു. അതെ, 142 പ്രാവശ്യം പരീക്ഷാ പേപ്പറുകൾ ചോർന്നു. അതുപോലെ തന്നെ ചില പ്രത്യേകമായ മാഫിയ സംഘങ്ങൾ ചേർന്ന് പരീക്ഷയുടെ ചോദ്യക്കടലാസുകൾ വിൽക്കുകയും അതിലൂടെ ലക്ഷക്കണക്കിന് രൂപ നേടിയതായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മളിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ.
അതുകൊണ്ട് അങ്ങൊരിക്കലും തെറ്റിദ്ധരിക്കേണ്ട. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഏജൻസിയെ അല്ല ഇവിടെ ചോദ്യം ചെയ്യുന്നത്. എന്നാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഈ ഏജൻസി കാര്യക്ഷമമായി ഈ പരീക്ഷകൾ നടത്താനായി അവർക്ക് സാധിച്ചില്ല എന്നും അതിൻ്റെ ഫലമായി യഥാർത്ഥത്തിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അനേക ദുരന്തങ്ങൾ ഉണ്ടായി എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ആ വിഷയത്തെ നമ്മളിവിടെ അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് സംവിധാനത്തിൻ്റെ തകരാറുകൾക്ക് ഉത്തരവാദികൾ ആ സംവിധാനം നടപ്പാക്കാനായി ചുമതലപ്പെട്ടവരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ സിസ്റ്റമിക് ഫെയിലിയർ എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാനായി സാധ്യമല്ല. ഏറ്റവും ഒടുവിലാണല്ലോ നമ്മൾ പലപ്പോഴും കണ്ടെത്തുന്നതായിട്ടുള്ള കാരണങ്ങളൊക്കെ അപ്പോഴേക്കും ബഹുദൂരം കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ള കാര്യം ദേശീയമായി ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്നതായിട്ടുള്ള നയപരമായ തീരുമാനം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് നമ്മൾ ആദരപൂർവ്വം ഭക്തിയോടുകൂടെ കാണുന്ന പാർലമെൻറ്റ് 146 കോടി ജനങ്ങളുടെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്ന നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമാണ്, അതിൻ്റെ വേദിയാണ്. ആ വേദിയിൽ 543 ആളുകളെ നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുമ്പോൾ വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് തിരഞ്ഞെടുത്ത് അയക്കുന്നത്. ശരാശരി കണക്കനുസരിച്ച് 15 ലക്ഷം മുതൽ 20 ലക്ഷം ആളുകളുടെ പ്രതിനിധിയായിട്ടാണ് ഒരു പാർലമെൻറ്റ് അംഗം ഇന്ത്യൻ പാർലമെൻറ്റിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആളുകളുടെ അഭിലാഷങ്ങൾ, താല്പര്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് അഭിസംബോധന ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ 15 ലക്ഷം ആളുകൾ ഒരു മണ്ഡലത്തിൽ കാത്തിരിക്കുന്നതെന്നുള്ള കാര്യം അങ്ങ് കാണാതെ പോകരുത്. ആ ഒരു പരിസരത്തിലാണ് ഈ ബില്ലുകളെ വളരെ ലാഘവത്തോടുകൂടി കാണുന്നത് ശരിയല്ല. അത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുന്ന സമീപനമാണ് എന്ന് തർക്കമില്ലാത്ത രീതിയിൽ എനിക്ക് പറയാനായിട്ട് കഴിയുന്നത്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം. അതായത് ഇപ്പോൾ പ്രൊഫസർ എ ജി ജോർജ് അദ്ദേഹം സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. കാരണം 21ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ, അവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം അവർ പ്രാധാന്യം കൊടുക്കുന്ന പരീക്ഷ, അവരുടെ ഭാവി നിർണ്ണയിക്കുന്ന പരീക്ഷ, അതുകൂടാതെ തന്നെ 142 തവണ ചോദ്യപേപ്പർ ചോർന്നു. 7.5 കോടി വിദ്യാർത്ഥികളെ അടക്കം ബാധിച്ച വിഷയം, കഴിഞ്ഞ 10-11 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പോൾ സ്വാഭാവികമായും ഇതിനെ ഇപ്പോൾ ഈ കൃഷ്ണദാസ് വക്കീൽ പറഞ്ഞതുപോലെ അത്ര നിസ്സാരവൽക്കരിച്ച് കാണാൻ കഴിയുമോ? ഒരിക്കലും ഇല്ലല്ലോ. ഒരു കാര്യം ആലോചിച്ചാൽ മതി. ആദ്യത്തെ നീറ്റ് പരീക്ഷ ക്യാൻസൽ ചെയ്തു, വീണ്ടും അപേക്ഷ എടുത്തപ്പോഴേക്കും ആദ്യം കൊടുത്തേക്ക് 2 ലക്ഷം കുട്ടികളാണ് കുറച്ച് അപേക്ഷിച്ചുള്ളവർ. അതിൻ്റെ അർത്ഥം ഒന്നെങ്കിൽ അവർക്കുള്ള സാഹചര്യം ഉണ്ടായില്ല, അല്ലെങ്കിൽ അവർ മനമെടുത്തു. അപ്പം അതുകൊണ്ട് നീറ്റ് പരീക്ഷ നടത്തുന്നതിനുള്ള ഇവിടുത്തെ ബേസിക് പ്രശ്നം എന്താ? ജോർജ് സാറ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഈ സിസ്റ്റത്തിലെ ഫെയിലിയർ എന്ന് പറയുമ്പോഴേക്കും അവിടെ നീറ്റിന് എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്? ഇവർ പ്രൈവറ്റൈസ് ചെയ്ത് ഇവർ പുറത്തേക്ക് കൊടുക്കുവാണ്, ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് പലപ്പോഴും. അപ്പോൾ ഏതെങ്കിലും ഏജൻസി പരീക്ഷ നടത്തുന്നു. ഇപ്പോൾ ലാസ്റ്റ് വന്നവിടെ രാജസ്ഥാനിൽ ഒരു ഉദ്യോഗസ്ഥൻ പരീക്ഷ നടത്താൻ തയ്യാറായ ആൾ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിച്ച് അദ്ദേഹം ട്യൂട്ടർ ഇപ്പോൾ പഠിപ്പിച്ചെന്നാണ് പറയുന്നത്. അപ്പം ഈ പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ട് അതിനെക്കുറിച്ചൊക്കെ സജഷൻസ് വേണ്ടേ? പാർലമെന്റിൽ ആ ബില്ല് വന്നപ്പോഴേക്കും ഗവൺമെന്റ് ചർച്ചയ്ക്ക് അവസരം കൊടുക്കണ്ടേ? എം പിമാർ അഭിപ്രായം പറയും, കുറെ എതിരായിട്ട് അഭിപ്രായം പറയും, അവിടെയും BJP-ക്കാർക്ക് പറയാമല്ലോ അതിനെക്കുറിച്ചുള്ളത്. അപ്പം ഈ ചർച്ച നടക്കേണ്ടത് എന്തുകൊണ്ടെന്നാൽ 2 ഭാഗത്തുള്ള കാര്യങ്ങൾ കേൾക്കണം. ചിലപ്പോൾ ഡെലിബറേഷൻസിൻ്റെ ഒരു പ്രത്യേകത ആണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ചർച്ച കൂടാതെ പാസ്സാക്കുന്ന അഭികാമ്യമല്ല. ഇപ്പം ജോർജ് സാറ് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ മിനറൽസിൻ്റെ ബില്ല് പാസ്സാക്കിയല്ലേ, അത് കേരളത്തെ ബാധിക്കാൻ പോവാണ് ഭയങ്കരമായി. ഇനിയിപ്പോൾ കേരളത്തിൻ്റെ മിനറൽസിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യേണ്ടത് കേന്ദ്രത്തിൻ്റെ ബന്ധപ്പെട്ടാണ്. മാത്രമല്ല അവരുദ്ദേശിക്കുക പ്രൈവറ്റൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് പല ബില്ലുകളും നാം നിസ്സാരമില്ലാന്ന് തോന്നുമെങ്കിലും അത് പലപ്പോഴും പല സംസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെ, ഇപ്പോൾ നീറ്റിൻ്റെ ആണെങ്കിൽ കുട്ടികളെ ബാധിക്കുന്ന ലക്ഷക്കണക്കിന്, അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ വരുമാനത്തെ ബാധിക്കുന്ന ബില്ലാണ്. അപ്പോൾ ഏത് ബില്ലാണെങ്കിലും ശരി ചർച്ച നടത്തി വേണം ബില്ല് പാസ്സാക്കാൻ. അത് നിയമസഭയായാലും പാർലമെന്റ് ആയാലും. ഇവിടെ ഉള്ള പ്രശ്നം ഭരണകക്ഷിക്ക് വേണ്ടത് ബില്ല് പാസ്സാക്കി കൊണ്ടുപോവുക. അതുപോലെ എനിക്ക് സങ്കടമായിട്ട് തോന്നുന്നത് കേരളം എന്ന പേരിലേക്കുള്ള ആ ബില്ലിനെ കുറിച്ചാണ്. രാജ്യസഭ ചർച്ച നടന്നു, പക്ഷെ ലോക്സഭയിൽ ഉള്ള ചാൻസ് കിട്ടിയില്ല. അതെന്തുകൊണ്ടാണ് കേൾക്കാവോ? കേൾക്കാം. ഈ ലോക്സഭയിൽ പ്രധാനമന്ത്രിയോ ഹോം മിനിസ്റ്ററോ ഉണ്ടാവണം. എന്തുകൊണ്ടാണ്? പ്രധാനമന്ത്രിക്ക് ഏത് വകുപ്പിനെ കുറിച്ച് അദ്ദേഹത്തിന് റിപ്ലൈ പറയാം, അദ്ദേഹം കോമ്പറ്റന്റ് ആണ്. അതുപോലെ ഹോം മിനിസ്റ്റർ എന്ന് പറയുമ്പോഴേക്കും ഡൽഹി ഭരിക്കുന്ന ഹോം മിനിസ്റ്റർ അല്ലേ,
ഡൽഹിയിലെ പോലീസ് യന്ത്രം ആർക്കാണ്? ഹോം മിനിസ്റ്റർക്കല്ലേ. അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ് അധികാരമില്ല, അവർക്ക് നാമമാത്ര അധികാരമുള്ളൂ, ഇപ്പോൾ ഉള്ള പോലെ എടുത്തു മാറ്റിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഹോം മിനിസ്റ്റർ പ്രസൻ്റായി തന്നെ കുറച്ച് ബഹളം ഉണ്ടാവും, അത് ഫേസ് ചെയ്യണ്ടേ. അപ്പം അദ്ദേഹം വരാഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. നേരെ മറിച്ച് ആ ലാത്തി ചാർജിന് ശേഷം ഹോം മിനിസ്റ്റർ ധൈര്യപൂർവ്വം പാർലമെന്റ് അകത്ത് വന്ന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ വിശ്വാസം നടക്കുവാൻ ചിലപ്പോൾ നിർത്തിവെക്കും, വീണ്ടും കൂടും, അപ്പോഴേക്ക് സമയം ഉണ്ടാവും, ചർച്ച നടക്കും, അദ്ദേഹത്തെ റിപ്ലൈ പറയാം. അതിന് പകരം അദ്ദേഹം ഒന്ന് എപ്പോഴും ഇവരൊക്കെ പ്രശ്നിക്കുന്നത് എന്താ? നെഹ്റു തൊട്ട് തുടങ്ങും. ഈ പലപ്പോഴും പ്രധാനമന്ത്രിക്ക് ഹോം മിനിസ്റ്ററുടെ പ്രശ്നം എന്താ? നീണ്ട പ്രസംഗം ചെയ്ത് കാര്യത്തിലേക്ക് പോവില്ല. അതിന് അവസരം കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും പ്രതിപക്ഷം ഈ ശബ്ദമായനോട് ഉണ്ടാക്കുന്നതെന്ന് അതിൻ്റെ കണക്കൂട്ടൽ. അതുകൊണ്ട് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടാലും ശരി, മറ്റേത് ബില്ലായാലും ശരി, പാർലമെന്റ് അകത്ത് ചർച്ച നടത്തേണ്ട ഉത്തരവാദിത്വം ഭരണകക്ഷിക്കാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു പാലമായി പ്രവർത്തിക്കേണ്ട ആളാണ് പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ. നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഏറ്റവും വലിയ ഫൈറ്റർ റിജു ആണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം റിജു ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ വെച്ച് എങ്ങനെയാണ് പാർലമെന്റ് മുന്നോട്ട് പോവുക? അവിടെ സമന്വയം ഉണ്ടാക്കുന്നതിനുള്ള നല്ല മനസ്സുള്ള ആൾക്കാരെ കൂടെ വെച്ചെങ്കിൽ മാത്രമേ പാർലമെന്റ് സുഖമായിട്ട് മുന്നോട്ട് പോകൂ. അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപയാണ് ഒരു ദിവസം പാർലമെന്റ് നമ്മൾ മുടക്കുന്നത്. അപ്പം അതുകൊണ്ട് ചർച്ച കൂടാതെ ബില്ല് പാസ്സാക്കുന്ന ഒരു അഭികാമ്യമല്ല, ചർച്ച നടക്കണം എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. ശ്രീ പി കൃഷ്ണദാസ്, ഈ പറഞ്ഞ പോലെ വെറുതെ ഒരു പാർലമെൻറ്റ് സെഷൻ ഇത്രയും കോടി രൂപ മുടക്കിക്കൊണ്ട് നടത്തുന്നതാണ്. അപ്പോൾ ഈ ബഹളം എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് പല ബില്ലുകളും ഈ 5 മിനിറ്റ് കൊണ്ട്, ഇപ്പോൾ പ്രൊഫസർ എ ജി ജോർജ് അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ 3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് ഇത് ബില്ലുകൾ അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഇതിനൊക്കെ ഒരു നടപടിക്രമങ്ങളുണ്ടെന്ന് എത്ര പറഞ്ഞാലും ഇതൊക്കെ ഈ ഒരു ഗൗരവതരമായ കാര്യം തന്നെയല്ലേ? ശ്രീ ബിനു, ഞാൻ ഏതെങ്കിലും ഒരു ബില്ലിനെ സംബന്ധിക്കുന്ന ചർച്ച പാർലമെന്റിൽ ബഹുമാനപ്പെട്ട അംഗങ്ങൾ നടത്തുന്നതിന് ഏതെങ്കിലും തരത്തിൽ കുറച്ചു കാണിക്കുകയോ അതിന്റെ സ്വഭാവത്തെയോ അതിന്റെ സാങ്കത്യത്തെയോ അതിന്റെ പ്രസക്തിയോ ഒന്നും കുറച്ച് കാണിച്ചുകൊണ്ടല്ല ഞാനത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ചില ബില്ലുകളെല്ലാം ഫോർമലായിട്ട് പാസ്സാക്കി പോകേണ്ടതായിരുന്നു എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാൻ പറ്റൂ. ബഹുമാനപ്പെട്ട ജോർജ് സാറാണെങ്കിലും ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ആണെങ്കിലും പറഞ്ഞപ്പോൾ കേരളം എന്നുള്ള ബില്ല് പാർലമെന്റിന്റെ രാജ്യസഭയിൽ ചർച്ച ചെയ്തു, പാർലമെന്റിൽ ചർച്ച ചെയ്തില്ല. എനിക്ക് അദ്ദേഹത്തോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. 2024 ജൂൺ മാസത്തിൽ കേരളത്തിലെ നിയമസഭ ഐക്യകണ്ഠേന എന്ന് പറഞ്ഞാൽ UDF, അന്ന് BJP അംഗങ്ങൾ ഇല്ലല്ലോ 2024, UDFന്റെയും LDFന്റെയും അംഗങ്ങൾ ഒരുമിച്ച് പ്രമേയം പാസാക്കി സെൻട്രൽ ഗവൺമെന്റിനോട് കേരളത്തിന്റെ പേര് കേരളം എന്നാക്കണം എന്ന് അങ്ങോട്ടൊക്കെ അയച്ച പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്ത കേന്ദ്ര ഗവൺമെന്റിന്റെ ആ പേര് മാറ്റിക്കൊണ്ടുള്ള കേരള ആൾട്ടർനേഷൻ ഓഫ് നെയിം ബിൽ 2026 എന്ന് പറയുന്ന ഫോർമലായി പാസ്സാക്കി പോവുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ചർച്ചയ്ക്ക് അവിടെ സാധ്യതയുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് പാർലമെന്റ് അംഗങ്ങളുടെ വിവേചനാധികാരത്തിന്റെ ഭാഗമാണ്. ഇനി രണ്ടാമത്തത്, ആ ബില്ല് വന്ന സമയത്ത് എന്തായിരുന്നു പ്രതിപക്ഷങ്ങളുടെ, ഇപ്പോഴത്തെ പാർലമെന്റിലിരിക്കുന്ന പ്രതിപക്ഷ അംഗങ്ങൾ, കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളവരുടെയൊക്കെ നിലപാടുകൾ എല്ലാവരും കണ്ടതാണല്ലോ. ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബിനു ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. ശ്രീ ജോർജ് സാർ പറഞ്ഞൊരു കാര്യത്തിലേക്കും കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ പാർലമെന്റിനകത്ത് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി പ്രതിപക്ഷ അംഗങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ കേരളത്തിന്റെ നിയമസഭയിൽ ഒരു ഘട്ടത്തിൽ LDF ഗവൺമെന്റിന്റെ അംഗങ്ങൾ നടത്തിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള തടസ്സപ്പെടുത്തലുകളും സഭയ്ക്കകത്തുള്ള തല്ലിപ്പൊളിക്കലുകളും സഭയിലെ ചെയറുകൾ വലിച്ചെറിയലുകളും ഒക്കെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ളതല്ലേ. അപ്പൊ കേരളത്തിന്റെ നിയമസഭ പോലെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള MP-മാരടക്കമുള്ള ആളുകൾ ചേർന്നുകൊണ്ട് പാർലമെന്റിന്റെ അംഗങ്ങളെ തടസ്സപ്പെടുത്താനുള്ള ശ്രമവും അതിന്റെ അന്തസ്സത്തിനെ കുറക്കുന്ന, അതിന്റെ ഔന്നത്യത്തെ കുറക്കുന്ന ഒരു നടപടിയും എത്രയോ ഘട്ടങ്ങളിൽ നാം കണ്ടിട്ടുണ്ട് പാർലമെന്റിനകത്ത്. എത്രയോ ഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട സ്പീക്കർമാർ അതിൽ ശാസനം നൽകിയിട്ടുണ്ട്. ചില അംഗങ്ങൾക്ക് നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം ശരിയോ തെറ്റോ എന്നൊക്കെയുള്ളത് ഡിബേറ്റബിൾ പോയിന്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ശ്രീ ജോർജ് സാർ സൂചിപ്പിച്ചതുപോലെ പാർലമെന്റ് എന്നുള്ളത് ശക്തമായിട്ടുള്ള ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളും പ്രതിപക്ഷത്തിന്റെ ശബ്ദവും ഭരണപക്ഷത്തിന്റെ നിലപാടുകളും ഒക്കെ ചർച്ച ചെയ്യുകയും കേൾക്കുകയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ജനാധിപത്യത്തിന്റെ കേന്ദ്രമാണ്. പക്ഷെ അവിടെ ഒരു വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇന്ന മന്ത്രിമാർ വന്നാൽ മാത്രമേ ഞങ്ങൾ സമ്മതിക്കൂ, അമിത്ഷാ വന്ന് ഇവിടെ മുട്ടിൽ നിന്ന് വർത്തമാനം പറയണം, അല്ലെങ്കിൽ ഇതിപ്പോ ഈ പറഞ്ഞതുപോലെ ആഭ്യന്തരമന്ത്രി മറുപടി പറയേണ്ട കാര്യമല്ല, വേറെ ഏതെങ്കിലും മന്ത്രി പറയേണ്ട കാര്യമല്ല. എങ്ങനെ ഒരു ഭരണപക്ഷത്തിന് അംഗീകരിക്കാൻ കഴിയും? അല്ല, ഇതിപ്പോ ആഭ്യന്തരമന്ത്രി തന്നെ മറുപടി പറയേണ്ട കാര്യമാണല്ലോ. ആഭ്യന്തരമന്ത്രിയുണ്ട്, സഹമന്ത്രിമാരുണ്ട്. ഒരു വിഷയത്തിന്റെ
ചർച്ച വരുന്നതിനനുസരിച്ചിട്ടാണ് ഉത്തരം പറയേണ്ടത് ആരാണ് എന്നുള്ളത് ഗവൺമെന്റ് തീരുമാനിക്കുക. അത് ശ്രീ ഡൊമിനിക് സാറിന് അറിയാമല്ലോ, ട്രഷറി ബെഞ്ച് അല്ലേ തീരുമാനിക്കുന്നത് ഒരു വിഷയത്തിൽ ഉത്തരം പറയേണ്ടത് ആരാണ് എന്നുള്ളത്. ബഹുമാനപ്പെട്ട വകുപ്പ് അല്ല, മന്ത്രി അതിലിപ്പോ ഓരോ ചുമതലപ്പെടുത്തുന്ന കൺക്ലൂഡ് മന്ത്രിക്ക് ചെയ്യുക. ഉത്തരം അതായത് പറയാമല്ലോ. വിദ്യാർത്ഥികളെ എന്തിന് തല്ലിച്ചതച്ചു എന്ന് വിശദീകരിക്കേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ്. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആര് അനുവാദം നൽകി എന്ന് പറയേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ്. പോലീസ് അതിക്രമത്തിന്റെ ബിനു, സാഹചര്യം വ്യക്തമാക്കേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ്. സർക്കാർ തോറ്റ സമരത്തെ തല്ലിത്തോൽപ്പിക്കാൻ ശ്രീ ബിനു, ശ്രമിച്ചതിന് എന്ത് ന്യായീകരണം എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ശ്രീ പെട്ടെന്ന് ഒരു 30 സെക്കൻഡ് എനിക്ക് ജോർജ് ശ്രീ സാറിനോട് ബിനു, അല്ല, പോകേണ്ടതുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന്. ഞാൻ ഞാൻ 15 സെക്കൻഡിൽ അവസാനിപ്പിക്കാം. ശ്രീ പറഞ്ഞോളൂ. ബിനു, ആ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ചർച്ചകളും സർക്കാർ സമരക്കാരുമായി ചർച്ച നടത്തി അവസാനിക്കുകയും അവർ അതിൽ സന്തോഷവാന്മാരായി പിരിഞ്ഞു പോവുകയും സമരം അവസാനിപ്പിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് നമ്മൾ ഈ ചർച്ച യെസ് യെസ് നടത്തുന്നത്. ഓക്കെ ഓക്കെ ഈ ശ്രീ പ്രൊഫസർ എ ജി ജോർജ്, ഇതിപ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറഞ്ഞതുപോലെ എല്ലാം ശുഭമായി അവസാനിച്ചു, സഭാ സമ്മേളനം കഴിഞ്ഞു, എല്ലാം ഓക്കെ ആയി എന്ന് നമുക്ക് ഇതിനെ കാണാൻ കഴിയുമോ? എനിക്ക് കൃഷ്ണദാസ് വക്കീൽ നടത്തിയ ഒരു സമീകരണത്തോട് മാത്രമേ ഞാൻ പ്രതികരിക്കുന്നുള്ളൂ. അങ്ങ് പറഞ്ഞു കേരള നിയമസഭയിൽ ആളുകൾ കയറി തല്ലിപ്പൊളിച്ചു, ഡയസിൽ കയറി കമ്പ്യൂട്ടർ വലിച്ചെറിഞ്ഞു, മൈക്ക് വലിച്ചെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞതുപോലെ ഡൽഹിയിലെ പാർലമെൻറ്റിലും അത് സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്നതായി അങ്ങ് പറയുന്ന ആ ഒരു സമീകരണം വക്കീൽ സാറെ എത്ര ദുർബലമാണ്. അങ്ങനെയാണോ? ഞാനതിന് തുടക്കത്തിൽ പറഞ്ഞു, അങ്ങ് കേൾക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. പാർലമെൻറ്റിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള അച്ചടക്കം പാലിക്കാനുള്ള സംവിധാനമുണ്ടെന്ന് അങ്ങേക്ക് നന്നായിട്ടറിയാം. അവിടെ സ്പീക്കറുണ്ട്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സഹായിക്കാൻ ധാരാളം ഉദ്യോഗസ്ഥന്മാരുണ്ട്, ക്രമസമാധാനം പാലിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. അത് എത്ര ബാലിശമായിട്ടാണ് അങ്ങ് പറയുന്നത്. കേരള നിയമസഭയിൽ ചില MLA-മാർ മേശപ്പുറത്ത് കയറിയതുകൊണ്ട് ഡൽഹിയിൽ ഒരുപക്ഷെ അത് സംഭവിക്കുമെന്ന് ഭയന്നിട്ടാണ് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും വരാതിരുന്നതെന്ന് പറഞ്ഞ ആ ഒരു സമീകരണം ദയവായി അങ്ങ് ഇനിയും ആവർത്തിക്കരുതെന്നൊരു അപേക്ഷയുണ്ട്. രണ്ടാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഒറ്റ വാക്യത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. അങ്ങ് പറഞ്ഞല്ലോ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആവശ്യമുള്ളപ്പോൾ വന്നാൽ മതി. അങ്ങയ്ക്ക് നന്നായി അറിയാവുന്ന ഒരാളാണ്. പ്രധാനമന്ത്രിക്കുമായിട്ട് പ്രത്യേക ഒരു വകുപ്പില്ല. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് സകല വകുപ്പിൻ്റെയും അധിപനാണ്. ഒരു ക്രൈസിസ് വരുമ്പോൾ, ഒരു ക്രിട്ടിക്കൽ പോയിന്റ് വരുമ്പോൾ അഭിപ്രായം പറയാൻ അദ്ദേഹത്തിനാണ് എല്ലാവരേക്കാളും അധികാരമുള്ളത്. ഒന്ന്. രണ്ട്, അവിടെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും ഗൗരവമായ പ്രശ്നങ്ങൾ പ്രധാനമായിട്ട് ഉത്തരം പറയേണ്ട ആൾ ആഭ്യന്തരമന്ത്രിയാണ്. ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രിക്ക് പകരം സഹമന്ത്രി ആവുകയില്ല. അങ്ങേക്കറിയാമല്ലോ, ക്യാബിനറ്റിൽ പോലും സഹമന്ത്രിമാർക്ക് അംഗത്വമില്ല. ക്യാബിനറ്റ് കൂടുമ്പോൾ സഹമന്ത്രിമാർക്ക് അവിടെ പ്രവേശനമില്ല. അതാണ് നമ്മുടെ കീഴ്വഴക്കം. അപ്പോൾ അങ്ങ് പറയുന്നത് സാങ്കേതികമായി പറഞ്ഞു നിൽക്കാൻ വേണ്ടി പറയുകയാണ്. ആ പ്രധാനപ്പെട്ട മന്ത്രി ഇല്ലെന്നുണ്ടെങ്കിൽ സഹമന്ത്രി ഉണ്ടല്ലോ എന്ന് പറയുന്ന ആ ഒരു സമീപനമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അങ്ങ് വളരെ ലളിതവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത്. അത് ഒരിക്കലും ശരിയല്ല. വളരെ ഗൗരവമായി ചർച്ച നടക്കേണ്ട, നിയമങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു വേദിയാണ് പാർലമെന്റ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സർക്കാർ തോറ്റ സമരത്തെ തല്ലിത്തോൽപ്പിക്കാൻ ശ്രമിച്ചതിന് എന്ത് ന്യായീകരണം പറയും? അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അമിത്ഷാ ഇത്രയും ദിവസം ഒളിച്ചു കളിച്ചത്. ഏതായാലും ഇന്ന് വന്നു, കണ്ടു, പോയി. ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധി ഡൊമിനിക് പ്രസന്റേഷൻ, അതോടൊപ്പം തന്നെ BJP പ്രതിനിധി അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ എ ജി ജോർജ്, 3 പേർക്ക് നന്ദി. ബിഗ് ന്യൂസ് സമാപിക്കുന്നു. ജയ് ഹിന്ദ്.